നമസ്കാരം. ആരോ വിഷനിലേക്ക് സ്വാഗതം. ഇറാൻ സംഘർഷം മൂന്നാമത്തെ ആഴ്ചയിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഇതുവരെ യുദ്ധത്തിൽ ഉപയോഗിക്കാത്ത ഒരു ആയുധം ഇറാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. ഏറെ വിനാശകരമായ ആയുധമാണ് ഡാൻസിങ് മിസൈൽ എന്ന വിളിപ്പേരുള്ള സജ്ജിൽ മിസൈലാണ് ഇറാൻ അമേരിക്കയ്ക്കെതിരെ ഉപയോഗിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് ദിശ തെറ്റി നല്ല കനത്ത ആക്രമണ സാധ്യത ലഭ്യമാക്കുന്ന ഒരു മിസൈലാണ്. പശ്ചിമേഷ്യയിലെ US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കിയാണ് ഈ അത്യാധുനിക മിസൈലുകൾ വിക്ഷേപിച്ചതായി ഇറാനിയൻ വാർത്താ മാധ്യമങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഫെബ്രുവരി 28-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇത്തരം സജ്ജിൽ മിസൈൽ ഉപയോഗിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാൻ തന്നെ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഖര ഇന്ധനം ഉപയോഗിക്കുന്ന ബാലിസ്റ്റിക് മിസൈലാണ് ഈ സജ്ജിൽ മിസൈൽ. ഏകദേശം 2000 കിലോമീറ്റർ പരിധിയുള്ള മിസൈലിന് 700 കിലോഗ്രാം ഈ ആയുധം വഹിക്കാൻ കഴിയും. മാത്രമല്ല ഉയർന്ന തരത്തിൽ ദിശ മാറ്റി സഞ്ചരിക്കാനുള്ള കഴിവുള്ളതിനാൽ ഇതിനെ ഡാൻസിങ് മിസൈൽ എന്നും വിളിക്കുന്നു. മിസൈൽ അയച്ച ശേഷം ഉയർന്ന ഉയരത്തിൽ വെച്ച് തന്നെ അതിന് ദിശ മാറ്റി സഞ്ചരിക്കാനുള്ള കഴിവ് ഉള്ളതിനാൽ ഈ അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ച് കടക്കാൻ ഇതിന് സാധിക്കുമെന്നാണ് ഇറാൻ്റെ അവകാശവാദം. സെൻറ്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇൻ്റർനാഷണൽ സ്റ്റഡീസ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ച് മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും 1.25 മീറ്റർ വ്യാസവുമുണ്ട്. വേഗത്തിൽ വിക്ഷേപണത്തിന് സജ്ജമാക്കാൻ കഴിയുമെന്നത് ഇതിൻ്റെ തന്ത്രപ്രധാനമായ ഒരു മേന്മയാണ്. 1990കളുടെ തുടക്കത്തിലാണ് സജ്ജിൽ മിസൈലിൻ്റെ രൂപകൽപ്പന ആരംഭിച്ചത്. 2008-ലായിരുന്നു ആദ്യ പരീക്ഷണ വിക്ഷേപണം. ഇതിനിടയിൽ ഒരാഴ്ചക്കിടെ അമേരിക്കയിലുണ്ടായ 3 ഭീകരാക്രമണ ശ്രമങ്ങൾക്ക് UN ഇറാൻ സംഘർഷവുമായി ബന്ധമില്ലെന്ന് അമേരിക്കൻ അധികൃതർ അറിയിച്ചിരുന്നു. വ്യാഴാഴ്ച മിഷിഗനിലെ സിനഗോഗിലേക്ക് വാഹനം ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നതിനിടെ ലെബനൻ വംശജൻ സുരക്ഷാ സേനയുടെ വെടിയേറ്റ് മരിച്ചിരുന്നു. ഇയാളുടെ 4 ബന്ധുക്കൾ ലെബനനിലെ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നതായി ലെബനൻ അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സംഭവത്തിന് ഇറാൻ യുദ്ധവുമായി നേരിട്ട് ബന്ധമില്ലെന്നും ഒരു 4 ബന്ധുക്കൾ കൊല്ലപ്പെട്ട വൈരാഗ്യം കൊണ്ട് അദ്ദേഹം ചെയ്തതാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ന്യൂയോർക്ക് മേയർക്കെതിരെ തീവ്ര വലതുപക്ഷ സംഘടനകൾ നടത്തിയ റാലിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞ 2 പേർ കഴിഞ്ഞ ആഴ്ച പിടിയിലായിരുന്നു. ISൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവരാണ് തങ്ങളെന്ന് ഇരുവരും പറഞ്ഞതായി ഫെഡറൽ അധികൃതർ അവകാശപ്പെട്ടു. വെർജീനിയയിൽ വ്യാഴാഴ്ച ഓൾഡ് ഡൊമിനിയൻ സർവകലാശാലയിലും വെടിവയ്പ് നടന്നു. അക്രമി കൊല്ലപ്പെട്ടു. ഇയാൾ മുൻപ് ഭീകരവാദ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരുന്നതായും അധികൃതർ പറഞ്ഞു. ഇതിനിടെ 2024-ൽ ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ വധിക്കാൻ വാടക കൊലയാളികളെ ഏർപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ പാകിസ്ഥാൻ സ്വദേശിയായ വ്യവസായിയെ ന്യൂയോർക്കിലെ കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി. ഇറാനിലെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡിൻ്റെ നിർദ്ദേശപ്രകാരമാണ് താൻ പ്രവർത്തിച്ചത് എന്നാണ് ഇയാൾ വെളിപ്പെടുത്തിയതായി അധികൃതർ പറഞ്ഞിട്ടുള്ളത്. ഇറാനുമായുള്ള US യുദ്ധവും FBI, നീതിന്യായ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് പരിചയസമ്പന്നരായ ഉദ്യോഗസ്ഥർ കൂട്ടത്തോടെ പിരിഞ്ഞുപോയതും അമേരിക്കയിലെ ഭീകരവിരുദ്ധ സംവിധാനത്തെ വലിയ സമ്മർദ്ദത്തിലാക്കിയെന്ന വിമർശനമുണ്ട്. എന്തായാലും ഉടനെ തീർക്കാം എന്ന് കരുതി തുടങ്ങിയ യുദ്ധമാണ്. ഒരുപക്ഷെ അമേരിക്കയെ ഇസ്രായേൽ ഈ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുകയായിരുന്നു. അമേരിക്കയും ഇസ്രായേലും ചേർന്നുകൊണ്ട് ഇറാൻ്റെ പരമാധികാരത്തെ പോലും വകവയ്ക്കാതെ ഒരൊറ്റ സുപ്രഭാതത്തിൽ ഇറാൻ്റെ ആയത്തുള്ള അലി ഖമനേയി ഉണ്ടെന്നറിഞ്ഞ സ്ഥലം കൃത്യമായി പ്രിസിഷൻ ബോംബിങ്ങിലൂടെ തകർത്തുകൊണ്ട് അവരെയെല്ലാം അതുൾപ്പെടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ 48 പേരെ വധിച്ചുകൊണ്ട് ആരംഭിച്ച യുദ്ധമാണിത്. അതിനുശേഷം ഒരുപക്ഷെ യുദ്ധം തുടങ്ങിയതിന് ശേഷമായിരുന്നെങ്കിൽ തീർച്ചയായും ഖമനേയി പോലുള്ള നേതാക്കൾ സുരക്ഷിതമായ ബങ്കറുകളിലേക്കോ മറ്റോ ഒളിച്ചിരിക്കുമായിരുന്നു. എല്ലാ ലോക നേതാക്കളും അതുപോലെ തന്നെയാണ്. യുദ്ധം നടക്കുമ്പോൾ ആ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ സുരക്ഷിതമായ ബങ്കറുകളിലേക്ക് മാറാറാണ് പതിവ്. കാരണം യുദ്ധം തുടർന്നുകൊണ്ട് പോകുവാൻ നേതൃത്വം അതുപോലെ ജീവനോടെ ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യ ഘട്ടമാണ്. എന്നാൽ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനിടയിലൂടെ മൊസാദിൻ്റെ കൃത്യമായ വിവരമനുസരിച്ച് ഇസ്രായേൽ ഒരു പ്രിസിഷൻ ബോംബിങ്ങിലൂടെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ വധിക്കുകയാണ് ഉണ്ടായത്. എന്തായാലും യുദ്ധം ഉടൻ തീർന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേൽ പറഞ്ഞു ഏപ്രിൽ 3 വരെ നീണ്ടു നിൽക്കും ഈ യുദ്ധമെന്നാണ്. എന്നാൽ
എന്നാൽ ഇപ്പോൾ അമേരിക്കയും പറയുന്നു, അത് തന്നെയാണ് ട്രംപും പറയുന്നത്, യുദ്ധം ഇനിയും 2-3 ആഴ്ച കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടെന്നാണ്. പക്ഷേ ഇങ്ങനെ സാധ്യത വരുമ്പോൾ ഇറാൻ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഇതുവരെ കാണാത്ത വിനാശകരമായ പല ആയുധങ്ങളും ഞങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇറാന് 2000 കിലോമീറ്ററിനപ്പുറം, അതായത് അമേരിക്ക വരെ നീളാൻ പറ്റുന്ന ഒരു മിസൈലോ ഒരു ആക്രമണശേഷിയോ ഇറാനില്ല. അതുകൊണ്ട് തന്നെ ഇറാൻ തുടക്കം തൊട്ട് പറഞ്ഞത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമിക്കുമെന്നാണ്. അങ്ങനെ പശ്ചിമേഷ്യയിലുള്ള ഈ നിരവധി ഗൾഫ് രാജ്യങ്ങളിലായിട്ട് ക്രമീകരിച്ചിരിക്കുന്ന അമേരിക്കയുടെ ഈ എയർബേസുകളും സൈനിക താവളങ്ങളും അങ്ങനെ അമേരിക്കൻ കേന്ദ്രങ്ങൾ നിരവധിയാണ്. അവിടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇറാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്, തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഏറ്റവും പുതിയൊരു വെർഷനാണ് ഇതുവരെ യുദ്ധത്തിൽ ഉപയോഗിക്കാത്ത ഈ മിസൈൽ, സജ്ജിൽ മിസൈൽ, അതായത് ഡാൻസിങ് മിസൈൽ എന്ന് പറയുന്ന ഏറ്റവും ഉയരത്തിൽ വച്ച് തന്നെ വിക്ഷേപിച്ച് ഏറ്റവും ഉയരത്തിൽ വച്ച് തന്നെ ദിശ മാറ്റി സഞ്ചരിക്കാൻ കഴിവുള്ളതാണ്. അതുകൊണ്ട് തന്നെ അയൺ ഡോം സംവിധാനങ്ങളെ ഉൾപ്പെടെ കബളിപ്പിച്ചുകൊണ്ട് വൻ ആക്രമണം സാധ്യമാക്കാൻ സാധ്യതയുള്ള കഴിവുള്ള ഇറാൻ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത സജ്ജിൽ എന്ന മിസൈൽ ഉപയോഗിച്ചതായിട്ടാണ് വിവരം. ഏതായാലും ഇനിയും ഇതുപോലെ വിനാശകരമായ പല മിസൈലുകളും ബാലിസ്റ്റിക് മിസൈൽസ് ഉൾപ്പെടെ ഇറാൻ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത്. എന്തായാലും വരും മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.